കാണുന്നില്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ തെറിച്ചു വീഴുന്നേ? ഓ നോക്ക്, അതെന്താണെന്ന് നോക്ക്. അല്ലോ, ഇത് വലിയ കൊടുങ്കാറ്റാ. വാ നമുക്ക് പോകാം. ശിവ, നീ പുറത്തിറങ്ങണ്ട. നാശത്തിന്റെ വേറൊരു പേരാണ് ടൊർണാഡോ.
ഇന്ന് ഈ വേദ നഗരത്തിനെ ഒരു കലക്കങ്ങ് കലക്കി ഞാൻ. ഡേവിഡ്, നാളെ നീ ട്വിസ്റ്ററിൽ പോകുമ്പോൾ പേടിച്ചിട്ട് ഒരുത്തനും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല, അറിയോ? പക്ഷേ ടോർണഡോ, വീട്ടിൽ നിന്ന് ആരും പുറത്തിറങ്ങില്ലെങ്കിൽ നമ്മൾ എങ്ങനെ പിന്നെ മോഷ്ടിക്കുക? കുറച്ചെങ്കിലും ബുദ്ധി ഉപയോഗിക്കൂ ഡേവിഡ്. വീട്ടിൽ നിന്ന് ആരും പുറത്തിറങ്ങിയില്ലെങ്കിൽ ബാങ്കിൽ പിന്നെ ആളുകളൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ നിനക്ക് ബാങ്കിൽ നിന്നും കൊള്ളയടിക്കാൻ വളരെ എളുപ്പമല്ലേ? സിറ്റിയില് ആദ്യമായിട്ടാണ് ഇത്രയും ഒരു സംഭവം സംഭവിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഇത് ഗ്ലോബൽ വാർമിംഗ് കാരണമായിരിക്കും ഇതൊക്കെ നടക്കുന്നത്. ഈ നഗരത്തിൽ ഒരു വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ കാണൂ ട്വിസ്റ്ററിനെ പറ്റി ഞങ്ങളുടെ മുഖ്യ പരിപാടി ചുഴലിക്കാറ്റ്. മുത്തശ്ശ, പെട്ടെന്ന് എങ്ങനെയാ ഈ ചുഴലിക്കാറ്റ് വന്നത്? ആഹാരം കഴിക്കുന്ന സമയത്ത് സംസാരിക്കരുത് ശിവ. മിണ്ടാതെ വേഗം ആഹാരം കഴിക്ക. കാണാൻ മറക്കരുത്. അതെ അതെ, ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. ഓ, വേറെ പണിയില്ല. എന്നിട്ടെന്നും ആ ചുഴലിക്കാറ്റിന്റെ കാരണം പറഞ്ഞ് ഏതോ ഒരു ഗ്യാങ് ബാങ്കുകൾ കൊള്ളയടിക്കുന്നുണ്ട്. ഈ കാര്യത്തെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? എന്റെ പരിധിയിൽ മോഷണമോ? എന്റെ പരിധിയിൽ മോഷണം എന്നാണോ പറഞ്ഞത്? ഇൻസ്പെക്ടർ ലട്ടു സിംഗിന്റെ പേര് വെറുതെ ഫേമസ് ആയതല്ല. ഇവിടുന്ന് 50 കിലോമീറ്റർ ദൂരെ കള്ളന്മാർ മോഷ്ടിക്കാൻ വന്നാലേ അവിടുത്തെ ആൾക്കാർ പറയും വേണ്ട മോഷ്ടിക്കരുത്, അല്ലെങ്കിൽ ലട്ടു സിംഗ് ഇപ്പൊ വരുന്നു. സാറേ, അലാറടിക്കുന്നു, വേദാസ് ബാങ്കിൽ കള്ളന്മാര് കേറി. എടാ റാം, വേദാസ് ബാങ്കിന്റെ ലോക്കർ ആരോ പൊളിക്കാൻ നോക്കുന്നു. ഫയർ എന്ന്. സാറേ, കള്ളന്മാര് കയറിയത് വേദാസ് ബാങ്കിലാ, ഇവിടെയല്ല. വാ, ബാങ്കിലേക്ക് പോകണം. താൻ ഇവിടെ എന്ത് ചെയ്യാ? വേഗം വാ. ടോർണഡോ വേദാസ് ബാങ്കിലെ മുഴുവൻ പണവും കൊണ്ടുവന്നിട്ടുണ്ട്. നേശത്തിന്റെ വേറൊരു പേരാണ് ടൊർണാഡോ. ആർക്കും ഒരിക്കലും സംശയം തോന്നില്ല കൊടുങ്കാറ്റ് മുഖേനയാ കളവ് നടന്നു എന്ന്. ഇനി ഒരു ബാങ്കും കൂടിയേ ഉള്ളൂ, അത് ഞാൻ കൊള്ളയടിക്കും. പിന്നെ നമുക്ക് ഇവിടം വിട്ട് വേറെ സ്ഥലത്ത് ചെന്ന് നശിപ്പിക്കാനുണ്ട്. നിങ്ങളെ ആരും കണ്ടുപിടിക്കില്ല. യു ആർ ദ ബെസ്റ്റ്. ഒരു കാര്യം, അത് മാത്രമാണ് എന്റെ ടെൻഷൻ. ആലോചിക്കുമ്പോ ചിരിയാ വരുന്നേ. എന്നെ എതിർക്കാൻ അവന് നല്ല ധൈര്യമുണ്ട്. കാണാൻ നമുക്ക്. അതാരാണെന്ന് പറയൂ. ഏതായി കുട്ടി? എനിക്കറിയില്ല, പക്ഷെ അവൻ ഭയങ്കര മിടുക്കനാണ്. നമ്മളെ നാട്ടിലത്തെ ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പോ ഇവിടെ ചുഴലിക്കാറ്റ് വരാൻ ഒരു ചാൻസും ഇല്ല. നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത് ശിവ? ദിവസം ചുഴലിക്കാറ്റ് വരുന്നു, അതേ സമയത്ത് തന്നെ ബാങ്കിൽ റോബറിയും നടക്കുന്നു. ഈ ചുഴലിക്കാറ്റും റോബറിയും തമ്മിൽ എന്തോ ബന്ധമുള്ളതായി എനിക്ക് തോന്നുന്നു. അതെന്താന്ന് കണ്ടുപിടിക്കണം. പക്ഷേ അതെങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? അതിന് എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്. ഞാൻ ചുഴലിക്കാറ്റിന്റെ അകത്ത് ഒരു ക്യാമറ അയക്കാൻ പോവുകയാണ്. ആ ക്യാമറ അതിന്റെ അകത്തുള്ളതൊക്കെ ഫോട്ടോ എടുത്ത് നമുക്ക് റിലേ ചെയ്യും. നീ വിഷമിക്കണ്ട, ഞാനുണ്ടല്ലോ ഇവിടെ. യെസ് യെസ്, അതാ നോക്കൂ, ചുഴലിക്കാറ്റ് വരുന്നുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ക്യാമറ അതിനകത്ത് പാസ് ചെയ്യണം. ഓ, വീണ്ടും ആ കുട്ടി തന്നെയാ എന്റെ ട്വിസ്റ്ററിന്റെ പുറകെ വരുന്നത്. ഇവൻ എന്തിനാ ഇങ്ങനെ വരുന്നത്? ഇന്ന് അവനെ ശരിക്കും പേടിപ്പിച്ചിട്ട് തന്നെ കാര്യം. ശിവ, പോകല്ലേ, അവിടെ നിൽക്ക്. ശിവ, അത് ഇപ്പത്താണ് വരുന്നത്. നമുക്ക് ഇവിടുന്ന് പോവാം, അല്ലെങ്കിൽ നമ്മളെ കൊടുക്കും. ഓടിക്കോ കുട്ടികളെ, വേഗം ഓട്.
എല്ലാരും വേഗമാ ഡ്രൈനേജ് പൈപ്പിനകത്തേക്ക് പൊക്കോളൂ. അതാണ് ഇപ്പൊ സേഫ് ആയ സ്ഥലം. ഇനി ഈ വിളഞ്ഞ വിത്ത് ഈസ്റ്ററിന്റെ പുറകെ വരുമെന്ന് തോന്നുന്നില്ല. Yes, എന്റെ ക്യാമറ ട്വിസ്റ്റിന്റെ അകത്ത് പോയി. ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റും അതിനകത്ത് എന്താ ഉള്ളതെന്ന്. കണ്ടുപിടിച്ചു. ഇത് ശരിക്കുള്ള ചുഴലിക്കാറ്റല്ല, അത് എനിക്കറിയാമായിരുന്നു. ഹലോ റിപ്പോർട്ടർ റാണ. സ്പീക്കിംഗ്. ഹലോ, ഞാൻ ശിവയാണ്. ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ലിങ്ക് അയച്ചു തരാം. അത് ഡയറക്റ്റ് ആയിട്ട് ടെലികാസ്റ്റ് ചെയ്യണം. നമ്മുടെ നാട്ടിലേക്ക് വന്ന ചുഴലിക്കാറ്റ് ശരിക്കുള്ള ചുഴലിക്കാറ്റേ അല്ല. അത് പ്രൂവ് ചെയ്യുന്ന തെളിവ് എന്റെ അടുത്തുണ്ട്. ഒരു ഹോട്ട് ടിപ്പ് വന്നിട്ടുണ്ട്. ചുഴലിക്കാറ്റ് ശരിക്കുള്ളതല്ല, അതിലൊരു ബാങ്ക് കൊള്ളക്കാരൻ ഇരിപ്പുണ്ട്. Don't laugh. Just watch it. Come on, guys. Let's go. അല്ല, ഇത് ടോർണഡോ അല്ലേ? നോക്കി നോക്കി, നമ്മുടെ ബോസ് ടിവിയിൽ വന്നിരിക്കുന്നു. Wow. ടോർണഡോ, എപ്പോഴാ ടിവിയിൽ ജോലി കിട്ടിയത്? എന്ത് വിഡിത്താടോ? ടോർണഡോ, നിങ്ങളിപ്പോ ഞങ്ങൾ ടിവിയിൽ കണ്ടോണ്ടിരിക്കുകയാണ്. നിങ്ങളെ കാണാൻ ഭയങ്കര സുന്ദരനായിട്ടുണ്ട് കേട്ടോ, സത്യമായിട്ടും. ഇപ്പൊ നിങ്ങൾ ഫോണിൽ ആരോടോ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഇല്ല ഇല്ല, ആരോ എന്നെ ലൈവ് ടെലികാസ്റ്റ് ചെയ്യാണ്. അത് ആ ചെറുക്കന്റെ പണിയാണെന്നാ തോന്നുന്നത്. അതെ, ഇതാ കുരുത്തം കെട്ടവന്റെ പണി തന്നെയാ. അവൻ ട്വിസ്റ്ററില് ക്യാമറ ഇട്ടിരിക്കുന്നു. ചെന്ന് പിടിക്കവനെ. നഗരത്തിലേക്ക് പോകുന്ന വഴിക്ക് ചെറിയൊരു കിടങ്ങുണ്ട്. അവൻ അവിടെയാണ് ഒളിച്ചിരിക്കുന്നത്. ചെല്ല്, അവനെ വേഗം പിടിക്ക. വിടരുത് അവനെ. ഹലോ, ആരാണ്? ഞാൻ ശിവയാണ് സംസാരിക്കുന്നത്. എന്താണ് സാറേ? ദാ വീണ്ടും പാൻറ്റൂരി മഞ്ഞ ഷെഡ് കാണുന്നു. ഇങ്ങനെ പോയി എല്ലാരും കളിയാക്കും സാറേ. ശിവ, ഞാൻ രവിയെ ഉടനെ നോക്കിക്കോളൂ. നീ ഇവരെ ശരിയാക്കിക്കോളൂ. എന്താ, ഇവൻ ഞങ്ങളെ ശരിയാക്കുമെന്നോ? അതും എന്നെ? കൊള്ളാം കുട്ടി, ഹലോ കൊള്ളാം. അങ്കിൾ, എന്നെ വെറുതെ കുട്ടിയെന്ന് വിളിക്കരുത്. എന്റെ പേര് പറഞ്ഞു വേണം വിളിക്കാൻ. ഓ കുട്ടി, എന്റെ അടുത്ത് അധികം വിളച്ചിലെടുക്കരുത്. Allow me to introduce myself. I am Shiva. നിങ്ങളുടെ കഥ കഴിക്കാൻ വന്ന ശിവ. എന്റെ നടുവ് പോയേ. നിങ്ങളുടെ ഈ ശിവനെന്ന കൂട്ടുകാരൻ എന്നെ ഒരുപാട് ചതച്ചു. ഇന്ന് ഞാൻ ആരെയാണോ കാണിക്കേണ്ടത്? ഒരുപാട് തല്ലും കിട്ടി. ടോർണഡോ, എവിടെയാ? വേഗം വാ, ഈ കുട്ടി അത്ര ശരിയല്ല. എന്നെ വന്ന് രക്ഷിക്കേ. ഞാൻ ആ ചെറുക്കനെ വെറുതെ വിടില്ല. അവന്റെ കഥ ഞാൻ കഴിച്ചിരിക്കും.
ഇതെന്താ ചുഴലിക്കാറ്റ് അതിന്റെ റൂട്ട് മാറ്റിയല്ലോ. കുട്ടികളെ, ഇന്ന് നിങ്ങൾ ആരും രക്ഷപ്പെടില്ല. എല്ലാത്തിനെയും ഞാൻ തീർക്കും. എന്റെ പദ്ധതിയൊക്കെ പൊളിച്ചു കളഞ്ഞില്ലേ? നിങ്ങൾക്കറിയില്ല, നാശത്തിന്റെ വേറൊരു പേരാണ് ടോർനാഡോ. അപ്പൊ നീ ഇവിടെ എത്തിയല്ലേ? കൊള്ളാം കുട്ടി. ഇനി നിനക്ക് മനസ്സിലാവും നാശത്തിന്റെ വേറൊരു പേരാണ് ടോർനാഡോ എന്ന്. എന്റെ ജോലി തടസ്സപ്പെടുത്തിയതിന് നീ അനുഭവിച്ചേ പറ്റൂ കുട്ടി. എന്ത് പണിയാ കാണിച്ച്? ഇതിന്റെ കൺട്രോള് മുഴുവനും പോയി. വേഗം നിങ്ങളുടെ സൈക്കിൾ മുറുക്കി പിടിക്കൂ. എന്റെ സൈക്കിൾ പിടിക്കൂ. റെഡി. മോനെ ശിവ, നമ്മുടെ പ്രേക്ഷകരോട് പറയും നീ എങ്ങനെ ഈ ധീരകൃത്യം ചെയ്തേന്ന്. എന്നോട് ആരെങ്കിലും ഒന്ന് ചോദിക്കൂ, ഈ ഗുണ്ടകളെ ഞാൻ എങ്ങനെ പിടിച്ചെന്ന്. ഇവരെ ഞാൻ ഓടി ഓടി പിടിച്ചു, ഓടിച്ച് ഓടിച്ച് പിടിച്ചു. തോറ്റുപോയി. ഞാൻ തോറ്റിരിക്കുന്നു. നാശത്തിന്റെ മറ്റൊരു പേരായിരുന്നു ടൊർണാഡോ. ഇപ്പോ നീ തന്നെ എന്നെ നശിപ്പിച്ചിരിക്കുന്നു. മോനെ ശിവ, നീ വലിയൊരു കാര്യമാണെന്ന് ചെയ്തത്.
ഇന്ന് ഞാൻ മുഴുവൻ ദിവസം നിന്റെ സ്പെഷ്യൽ പ്രോഗ്രാം ആയിരിക്കും ചെയ്യുന്നത്. ഞാൻ നിനക്ക് ഗവൺമെന്റിൽ നിന്നും അവാർഡ് വാങ്ങിത്തരും. അതിനോടൊപ്പം 21 റൗണ്ട് വെടി പൊട്ടിച്ച് ഞാൻ നിന്നെ ബഹുമാനിക്കും. സാറേ, എന്റെ മഞ്ഞ ഷെട്ടി കാണുന്നു. എന്റെ മഞ്ഞ ഷെട്ടി